ഞാൻ മൈത്രേൻ സാറിൻ്റെ അടുത്ത് ലൈംഗിക തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സാർ ആദ്യം പറഞ്ഞ പേര് പോൾസൺ റാഫേൽ എന്നാണ്. ശരിക്കും പറഞ്ഞ പോൾസനെ ഇതുപോലെ നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ഇതുപോലെ ചെയ്യേണ്ടതാണ്. പോൾസന്റെ ആ ലോകം അത് ഞാനായിട്ട് ബന്ധമുണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു വലിയ ലോകം. സെക്സ് വർക്കർ എന്ന് പറയുമ്പോൾ അന്നൊന്നും സെക്സ് വർക്കർ എന്നുള്ളൊരു ടേമേ ഇല്ല. അന്ന് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നല്ലാതെ വേശ്യ എന്നല്ലാതെ വേറൊരു പദമില്ല. ഞാൻ ചെല്ലുമ്പോൾ ഇവർ വിചാരിച്ചു ക്ലയൻ്റാന്ന് വിചാരിച്ചിട്ട് എന്നെ പിടിച്ച് അകത്തേക്ക് കയറ്റി. അപ്പം ഇവർ പിടിച്ചു വലിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 14 വയസ്സൊക്കെ തോന്നുള്ളൂ. ഈ നേപ്പാളി കുട്ടിയാണ്. അപ്പോൾ അവർ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ട് കൂടെ പോയി. എൻ്റെ ഈ എക്സ്പോഷറിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ നേരെ ആർക്കും എന്തും എപ്പോഴെങ്കിലും ചെയ്യും. ഇവർ ഈ പ്രോസ്റ്റിറ്റ്യൂഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനറലി അത് ജസ്റ്റിഫൈഡാണ്. അതല്ലേ തെറി വിളിക്കുക, അടിക്കുക, അല്ലെങ്കിൽ കയറി പിടിക്കുക, അല്ലെങ്കിൽ ഇവരുടെ കുട്ടികളെ ഉപദ്രവിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ജനറലി അങ്ങനെ ഒരു സാങ്ഷൻ ഉണ്ട്. ബംഗ്ലാദേശ് കോളനിയുടെ പ്രതി അവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതല്ല, പക്ഷെ ടൗണിൽ പോകുന്ന സ്ത്രീകളെ പറയാം അവിടെ. അപ്പോൾ അവിടെ വരുന്ന സ്ത്രീകളിൽ ഒരു 10-12 പേര് ബംഗ്ലാദേശ് കോളനിയിൽ താമസിക്കും. അപ്പോൾ നൈറ്റിൽ അവർ ടൗണിൽ വരും, പകൽ അവിടെ പോയി ജസ്റ്റ് ഒരു സെറ്റിൽമെൻറ്റ് കോളനിയാണ്. അപ്പോൾ അതിൽ പട്ടയുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഇപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ ഉടനെ പറയും കേസ് കൊടുക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ബലാത്സംഗം ചെയ്യപ്പെടുന്ന ആളുകളാണ്. ഇവരെവിടെ പോയി കേസ് കൊടുക്കാനാണ്? ആദ്യമൊക്കെ മീറ്റിംഗ് കൂടുമ്പോൾ എല്ലാവരും ഉണ്ടാവും. സെക്സ് വർക്കേഴ്സ് മാത്രമല്ല, ജയിലിൽ പോയിട്ടുള്ളവരുണ്ട്, മക്കൾ ജയിലിലായിട്ടുള്ളവരുണ്ട്, പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. വളരെ ഗ്രാജുവലിയാണ് ഞാൻ പറയണത്. ഞാനിത് മറ്റു വിഷയങ്ങളായി ബന്ധപ്പെട്ടല്ല. സെക്സ് വർക്കേഴ്സ് വരും, അവരാണ് വരുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തു നിന്നുള്ള സെക്സ് വർക്കേഴ്സ് വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ആരുമില്ല. നിങ്ങൾ വരികയാണെങ്കിൽ സ്ത്രീകളെ കിട്ടും. ഞങ്ങൾ മോശം കാര്യമാണ് ചെയ്യണത്, അതുകൊണ്ട് ഞങ്ങൾ മോശപ്പെട്ട ആളാണ്, ഇത് അർഹിക്കുന്നവരാണ്. അപ്പോഴും ഒരു ഇത്രയ്ക്ക് ഞങ്ങൾ മാത്രം മോശക്കാരാണോ, നമ്മുടെ കൂടെയുള്ളവർ ബാക്കിയുള്ളവരും എങ്ങനെയാണ് അവർ ഇതെല്ലാവണം? ഈ ഒരു കോൺട്രഡിക്ഷനാണ് നമ്മൾ അവരിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം ഇങ്ങനെ ടൗണിൽ പോകുന്ന സ്ത്രീകളുടെ വിഷയമായി ബന്ധപ്പെട്ടാണ് നമ്മളത് നടത്തുന്നത്. അതിൽ ടൗണിൽ പോകുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല, ആ വിഷയത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക്. ഇപ്പോൾ ഞങ്ങളെ മാത്രം തല്ലണോ, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ അടുത്ത് മാത്രം, അല്ലെങ്കിൽ നമ്മൾ മാത്രം മോശക്കാരാവണോ, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ മാത്രം മോശക്കാരാവണോ, ആ ഒരു യൂണിറ്റി ഇവരുടെ ഇടയ്ക്കുണ്ട്. സംഭവം തല്ലും വഴക്കും അടിയും ഒക്കെ ഇവർ തമ്മിലുണ്ടെങ്കിലും ശരി, വേറെ ലെവലിൽ ഇവരൊരു യൂണിറ്റ്. സ്വന്തം അഡ്രസ്സ് പോലും മറച്ചു വെച്ച് ജീവിക്കേണ്ടി വന്ന ഒരു വിഭാഗമാണ് ലൈംഗിക തൊഴിലാളികൾ. ബംഗ്ലാദേശ് കോളനിയിലെയും കേരളത്തിലെയും ലൈംഗിക തൊഴിലാളികൾക്ക് വേണ്ടി കേരളത്തിൽ ആദ്യമായി സമരം ചെയ്യാൻ ആരംഭിച്ച പോൾസൺ റാഫേൽ ആണ് ഇന്ന് സൈന സ്റ്റോറീസ് പ്ലസിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്വാഗതം. ശരിക്കും ഞാൻ മൈത്രേൻ സാറിൻ്റെ അടുത്ത് കേരളത്തിലെ ലൈംഗിക തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ സാർ ആദ്യം പറഞ്ഞ പേര് പോൾസൺ റാഫേൽ എന്നാണ്. ശരിക്കും എപ്പോഴാണ് ലൈംഗിക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം എന്ന് തോന്നിയത്? അങ്ങനെ ലൈംഗിക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം എന്നുള്ളൊരു പ്രചോദനമല്ല അത്. എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ്. അതായത് ഞാനിപ്പം വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസം എന്നുള്ളൊരു സംഭവത്തിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ഇല്ല. ഈവൻ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ KSUSFI അങ്ങനത്തെ പാർട്ടികളിലൊന്നും നമ്മൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. ചില അനുഭവം, ചിലപ്പോൾ KSUവിനോടോ അനുഭവം, ചിലപ്പോൾ SFIയോടോ അനുഭവം, അത്രയല്ല. നമുക്കല്ലാതെ മറ്റു തരത്തിലുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വളരെ ഒതുങ്ങി പോണ ഒരു ആളായിരുന്നു. അപ്പോൾ ഞാൻ ജോലി അന്വേഷിച്ച് പോയതാണ് ഡൽഹിക്ക്. മുന്നേ ഷില്ലോങ്ങിൽ പോയി, അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തു. പിന്നെ അവിടെ കമ്പനി പൂട്ടിപ്പോയി. അവിടെ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ അന്ന് 20 വയസ്സ്, 21 വയസ്സ്, 22 ഡിഗ്രി കഴിഞ്ഞ സമയത്താണ്. അങ്ങനെ ഡൽഹിയിൽ നമ്മളുടെ ഒരു അമ്മാവനുണ്ടായിരുന്നു. ആൾ ജെസ്യൂട്ട് പ്രീസ്റ്റാണ്. അപ്പോൾ മരിച്ചുപോയി. അപ്പോൾ ആൾ ബീഹാറിൽ വലിയൊരു മൂവ്മെൻ്റ് ഒക്കെ നടത്തി. ബീഹാർ ദളിത് വികാസ് സമിതി എന്ന് പറഞ്ഞിട്ട് ബീഹാറിലെ പ്ലെയിൻ ഏരിയയിൽ, അത് ഹില്ലി ഏരിയ അല്ല, അല്ലാത്ത സ്ഥലങ്ങളിൽ ദളിത് ഷെഡ്യൂൾ കാസ്റ്റ് ഉള്ള ഏരിയയിൽ ആൾ വലിയൊരു പ്രസ്ഥാനമുണ്ട്, ബീഹാർ ദളിത് വികാസ് സമിതി എന്ന് പറഞ്ഞിട്ടുള്ള. അതിൽ ദളിത് സമാരോഹം എന്ന് പറഞ്ഞിട്ട് 2 വർഷം കൂടുമ്പോൾ അവരുടെ ഒരു മീറ്റിങ്ങും വലിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാറ്റ്നയിൽ വെച്ച് നടക്കുമ്പോൾ ഇവരൊക്കെ വരും. ലല്ലു പ്രസാദ് യാദവ്, ശരത് യാദവ്, അങ്ങനെയുള്ള ആളുകളൊക്കെ വരും. അതുപോലെ ഈ മരിച്ചുപോയ രാംവിലാസ് പാസ്വാൻ, അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ കൂടെ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഒരാളാണ്. ആ അമ്മാവനായിരുന്നു ഡൽഹിയിൽ എനിക്കൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ അമ്മാവൻ്റെ അവിടുത്തെ ചെന്ന് ഞാൻ അമ്മാവൻ്റെ കൂടെ നിന്ന്, അപ്പോൾ ആൾ പ്രീസ്റ്റാണ്, ആളുടെ ഹൗസൊക്കെ ഉണ്ട്, ഞാൻ വേറെ താമസിക്കുന്നു. അപ്പോൾ ജോലി അന്വേഷിച്ചിട്ടൊന്നും ആയില്ല. അപ്പോൾ അമ്മാവൻ അവിടെ ഡൽഹിയിൽ സ്ലമ്മുകളിൽ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം ഉണ്ട്, ബീഹാറിലെ ദളിത് വികാസ് സമിതിയുടെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം ഡൽഹിയിലുണ്ട്. അപ്പോൾ ഡൽഹിയിലുള്ള സ്ലമ്മിലെ ദളിത് കമ്മ്യൂണിറ്റീന്ന്, അപ്പോൾ കൂടുതലും ബീഹാറിൽ നിന്ന് വന്നവരുണ്ട്, യു പി നിന്നുള്ളവരുണ്ട്, മധ്യപ്രദേശിൽ നിന്നുള്ളവരുണ്ട്, ഈവൻ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട്. എല്ലാവരും ദളിതാണോ അങ്ങനെയല്ല, പക്ഷെ ദളിത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പോഷർ ഈ സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. അത് നല്ല രസമായിരുന്നു. അത് നല്ല, ഞാൻ ഈ രാത്രിയൊക്കെ ആവും മീറ്റിങ്ങുകൾ നടക്കുക, കാരണം ഇവർ പണിക്കൊക്കെ പോയി വന്ന് രാത്രിയുള്ള മീറ്റിംഗ് നടക്കും. അപ്പോൾ മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു ഷെഡ് ഉണ്ടാവും, ഈ സ്ലമ്മിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഏരിയ ഉണ്ടാവും, ഷെഡ്. ആ ഷെഡിൻ്റെ ഉള്ളിൽ മീറ്റിംഗ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊട്ടും പാട്ടും ബഹളമൊക്കെ ആയിട്ട് ചിലപ്പോൾ അവിടെ കിടന്നിട്ട് പോകും, അല്ലെങ്കിൽ റൂമിൽ പോകും. അപ്പോൾ അത് നല്ല ഹരമുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ വേറെ ജോലിയൊന്നും അന്വേഷിച്ചില്ല സത്യത്തിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് റൂംമേറ്റായിട്ടൊരു വക്കീൽ, ആൾ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാണ്, ടിറ്റോ തോമസ്. ആൾ LLB കഴിഞ്ഞ് MSW കഴിഞ്ഞ് LLB കഴിഞ്ഞ് പിന്നെ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ആളാണ് എൻ്റെ റൂംമേറ്റായിട്ട് വരുന്നത്. അപ്പോൾ ആളാണ് എന്നെ, നീ ഇങ്ങനെ ചെയ്താൽ പോരാ, MSW ചെയ്യണം. അപ്പോഴാണ് ഞാൻ അറിയണം ആദ്യം ഇങ്ങനെ ഒരു കോഴ്സൊക്കെ ഉണ്ട്, ഈ സോഷ്യൽ വർക്കിന് കോഴ്സൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ്. ഇത് 89-90 ഡൽഹിയിലുള്ള സംഭവമാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മാവൻ ഈ ഓർഗനൈസേഷനിൽ ചെറിയൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായി. എന്തോ അക്കൗണ്ടൻ്റായിട്ട് ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞ് തെറ്റി. അപ്പോൾ ഞാൻ വീട്ടിൽ പോന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള വളണ്ടിയേഴ്സൊക്കെ വിചാരിച്ചു ഞാൻ വഴക്കായി പോയി എന്നുള്ള രീതിയിൽ. അവരെന്ത് ചെയ്തു, അവർ സമരം പ്രഖ്യാപിച്ചു, പോൾസൻ്റെ വിഷയം പരിഹരിക്കാതെ. അപ്പോൾ അവരൊക്കെ ബീഹാറിൽ നിന്നും UP നിന്നുള്ള ദളിത് ആളുകൾ, വളണ്ടിയേഴ്സായിട്ട് തന്നെ പൈസ ഉണ്ട്, ഒരു ചെറിയൊരു എമൗണ്ട് ഉണ്ട്, എനിക്കും അത് അത്ര തന്നെയുള്ളത്. അവർ പക്ഷേ എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട്, അപ്പം ഞാൻ റൂമിൽ വന്നു, ഞങ്ങളിങ്ങനെ സമരം പ്രഖ്യാപിച്ചിട്ടാണ് വരണേന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, അയ്യോ അമ്മാവനായിട്ട് എനിക്ക് അങ്ങനെ വഴക്ക് കൂടിയിട്ട് നാട്ടിൽ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു, അല്ല നിങ്ങളെക്കാളും പ്രശ്നം ഞങ്ങൾക്കുണ്ട്, ഈ അച്ഛനായിട്ട് വഴക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിലും വീട്ടിലും ഒരിക്കലും കയറ്റില്ല, അത്രയും അവിടെ ഇവർക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ ടിറ്റോ പറഞ്ഞ ആളെ MSW ആളാണ് പറഞ്ഞത്, നീ അങ്ങനെയല്ല, നീ നിന്നെ വിശ്വസിച്ച് വന്നതല്ലേ, നീ അത് എന്തായാലും അതൊന്ന് കൂടെ ചേർന്ന് പരിഹരിക്കണം എന്നൊക്കെ ടിറ്റോ അങ്ങനെ എന്തിനു പറഞ്ഞു വർത്തമാനം പറഞ്ഞ് ഭയങ്കര ഡിസ്പ്യൂട്ടായി, സമരം എന്നുള്ളൊരു ലെവലിലായി. അപ്പോൾ ഞങ്ങളെ ഈ ഡിസ്പ്യൂട്ട് ഉണ്ടായ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. അതിലൊരു ഓർഗനൈസേഷനായിരുന്നു ജോയിൻ്റ് വിമൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ തന്നെയുള്ള വലിയൊരു ജ്യോത്സ്ന ചാറ്റർജി, അവരാണ് എൻ്റെ ഹെഡ് ഡയറക്ടർ. അപ്പോൾ അവർക്ക് ഈ ഒരു പ്രോജക്റ്റ്, അതായത് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു ചെറിയൊരു പ്രോജക്റ്റ്, അത് 24 hour സെൻറ്റർ ഫോർ ചിൽഡ്രൻ ഓഫ് വിമൻ ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ. അവിടെ ഈ റെഡ് സ്ട്രീറ്റ് മറ്റേ GB റോഡ്, അത് താഴേക്ക് കടകളും ഇതൊക്കെ, മുകളിൽ ഈ ബ്രോതൽ സെറ്റപ്പ് ആയിട്ടുള്ള GB റോഡ് അവിടെ. അപ്പോൾ ആ സമയത്ത് ആഗ് എന്ന് പറഞ്ഞിട്ട്, അത് എയ്ഡ്സ് അവയർനെസ് ഗ്രൂപ്പ് എന്നോ അങ്ങനെ പേരായിട്ട് ലളിത, ഒരു എലിസബത്ത് വാച്യാൻ, ഒരു സിസ്റ്റർ ശാലിനി, ഒരു ആശാ രമേശ്, ഇവരൊക്കെ ചേർന്ന് ഒരു ആഗ് എന്ന് പറഞ്ഞിട്ടൊരു എയ്ഡ്സ് അവയർനെസ് പ്രോഗ്രാം. നമ്മളുടെ അവിടെയൊന്നും അന്ന് അത്ര ഇതായിട്ടില്ല. ഡൽഹിയിലൊക്കെ പതുക്കെ ഈ എയ്ഡ്സ് പ്രൊജക്റ്റുകളും എയ്ഡ്സിനെ കുറിച്ചുള്ള സംഭവങ്ങളും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണ്. അങ്ങനെ ഇവർ ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പോൾ, അതായത് 24 hour സെൻറ്റർ ഫോർ ചിൽഡ്രൻ ഓഫ് സെക്സ് വർക്കേഴ്സ് എന്നുള്ള ആ പ്രോജക്റ്റ് തുടങ്ങിയപ്പം എന്നെ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് വെച്ചു. അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പോഷർ ഈ ബ്രോതലിലൊക്കെ. അപ്പോൾ അതിൽ നമ്മളെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയ കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പം ഇവർ വിചാരിച്ചു ക്ലയൻറ്റാന്ന് വിചാരിച്ചിട്ട് എന്നെ പിടിച്ച് അകത്തേക്ക് കയറ്റി. അപ്പോൾ ഇവർ പിടിച്ച് വലിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 14 വയസ്സൊക്കെ തോന്നുള്ളൂ, ഈ നേപ്പാളി കുട്ടിയാണ്. അപ്പോൾ അവർ പക്ഷെ അവർ കൈ പിടിച്ചു കഴിഞ്ഞ് ഞാനും അങ്ങോട്ട് കൂടെ പോയി. ഉള്ളിൽ ഭയങ്കര അല്ല രീതിയിൽ ഈ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഇത് തോന്നും, വിഷമം തോന്നുന്ന തരത്തിലാണ് കുട്ടികളും അതൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ 24 hour സെൻറ്റർ എന്ന് പറയണത് അവിടുത്തെ മുനിസിപ്പൽ സ്കൂളിൻ്റെ ഒരു റൂമിലാണ്. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പോഷർ. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ MSWന് ചേർന്നത്.
ബോംബെ നിർമ്മലാ നികേതനിലാണ് പോയത്. അപ്പോൾ എന്നെ ആ സമയം കൊണ്ട് ഈ ടിറ്റോയ്ക്ക് ഇവിടെ UNHCRൽ ലീഗൽ കൺസൾട്ടൻ്റായിട്ട് ഒരു അസൈൻമെൻറ്റ്. അത് നല്ല ശമ്പളമൊക്കെയുള്ള വലിയ പോസ്റ്റായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഏഷ്യക്കാരൊന്നും ആ പോസ്റ്റിലില്ല, അത്രയും വലിയ പോസ്റ്റിലില്ല. അന്ന് തന്നെ ഒരു 2.5 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ടിറ്റോ ആണ് എന്നെ സ്പോൺസർ ചെയ്യുന്നത് ഈ MSW പഠിക്കാനായിട്ട്. അങ്ങനെ MSW കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഡൽഹി ആയിരുന്നു. അപ്പോൾ സോഷ്യൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇത് വീണ്ടും ഇസ്ലാം പ്രോജക്റ്റ് തന്നെയായിരുന്നു. മറ്റേ സ്കൂൾ എഡ്യൂക്കേഷൻ, പിന്നെ അങ്ങനത്തെ ഒരു ഇൻകം ജനറേഷൻ, അങ്ങനത്തെ ഒരു പ്രോജക്റ്റിൽ ഞാൻ പ്രോജക്റ്റ് മാനേജറായിട്ട് 1 വർഷം വർക്ക് ചെയ്തു. ആ സമയത്ത് ഞാൻ ഈ ജോയിൻ്റ് വുമൻസ് പ്രോഗ്രാമിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട്. അവരുടെ കൂടെ അല്ല വർക്ക് ചെയ്യണം, പക്ഷെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളൊരു ബന്ധം വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകാൻ താല്പര്യമുണ്ട് എനിക്ക്. അപ്പം അവർ പറഞ്ഞു, എന്നാൽ പോൾസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുക, ഒരു പ്ലാൻ തയ്യാറാക്കുക, അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അന്ന് ഈ സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക്, അപ്പോൾ ഈ MSW പഠിക്കുമ്പോഴും ഈ റിസർച്ച് ടോപ്പിക്ക് ഞാൻ സജസ്റ്റ് ചെയ്തത് ഈ സെക്സ് വർക്കേഴ്സിനെ കുറിച്ചുള്ളൊരു പ്രോജക്റ്റായി. പക്ഷേ കോളേജിന് അവർക്കത് അത്ര കോൺഫിഡൻസ് ഉണ്ടായില്ല. അത് എന്നെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, കാരണം ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ വെക്കേഷൻ സമയത്ത് 1 മാസം 2 മാസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്ത്രീകളെയോ കുട്ടികളെയോ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പോകുമായിരുന്നു. പക്ഷേ അവർക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായില്ല. അതായത് അപ്പോഴും ഈ തീം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അർത്ഥം ഞാൻ ഈ കേരളത്തിൽ നിന്നുള്ള ന്യൂസുകൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ഈ അരുവാക്കോടുന്ന് ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ്. അവിടെ ഈ മറ്റേ പോട്ടറി മൺപാത്ര നിർമ്മാണ സമുദായം, അവരിൽ മൺപാത്രത്തിൻ്റെ ഡിമാൻഡ് മൊത്തം പോയി, പ്ലാസ്റ്റിക്കും മറ്റേ സ്റ്റീലൊക്കെ വന്നപ്പോൾ ഡിമാൻഡ് പട്ടിണിയിലാണ്. അപ്പോൾ സ്ത്രീകൾ കൂടുതലും പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്, അതിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനുണ്ട്, അവർ വേശ്യാവൃത്തിയിൽ വരുന്നുണ്ട് എന്നൊക്കെയുള്ള. അപ്പോൾ അവിടെ ഈ ജിനൻ എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി, ആൾ തൃശ്ശൂർക്കാരൻ തന്നെയാണ്. ആൾ ഈ പോട്രീനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. എന്നിട്ട് അവർ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി. അതിപ്പോഴും വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് ആൾ. അത് പലതരത്തിലുള്ള ആർട്ട് രൂപങ്ങളും അങ്ങനെ പിടിച്ച് അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ വാളിൽ വെക്കാവുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി അവരെ ആ വരുമാനം ഉണ്ടാക്കുന്ന തരത്തിൽ അവരെ ഓർഗനൈസ് ചെയ്യുകയും പുതിയ ടെക്നോളജി, ആൾ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്, പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു സാധനമുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു ന്യൂസ് ഞാൻ വായിച്ചു. പക്ഷെ അപ്പോഴും അതും റീഹാബിലിറ്റേഷനാണ്. എൻ്റെ ഈ എക്സ്പോഷറിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീകളുടെ നേരെ ആർക്കും എന്തും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവർ ഈ പ്രോസ്റ്റിറ്റ്യൂഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ജനറലി അത് ജസ്റ്റിഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ തല്ലേ തെറി വിളിക്കുക, അടിക്കുക, അല്ലെങ്കിൽ കയറി പിടിക്കുക, അല്ലെങ്കിൽ ഇവരുടെ കുട്ടികളെ ഉപദ്രവിക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ജനറലി അങ്ങനെ ഒരു സാങ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഇന്ന് നമ്മൾ സെക്സ് വർക്കർ എന്ന് പറയണമെന്ന് പറയുമ്പോൾ അന്നൊന്നും സെക്സ് വർക്കർ എന്നുള്ളൊരു ടേമേ ഇല്ല. അന്ന് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നല്ലാതെ വേശ്യ എന്നല്ലാതെ വേറൊരു പദമില്ല. അതിൻ്റെ വേറെ പദം ആലോചിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ ഇവരുടെ വയസ്സായ സ്ത്രീകൾ ഭയങ്കരമായിട്ട് ചെയ്യും. പിന്നെ അതുപോലെ ഇവരുടെ കുട്ടികൾ എപ്പോഴും ഇതിന് വയലൻസിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള എക്സ്പോസ്ഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒക്കെ ചെയ്ത ചില കാര്യങ്ങൾ. കേരളത്തിൽ ഇതെന്താണ്, കേരളത്തിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ട്. അപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ഇത് മെയിനായിട്ട്. അതിൽ തന്നെ ഇവരിപ്പോൾ ഇവിടെ എല്ലാവരും ഒരുപാട് സോഷ്യൽ വർക്ക് പ്രസ്ഥാനങ്ങളുണ്ടല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് കൈവയ്ക്കാൻ പറ്റിയൊരു ഏരിയ അങ്ങനെ കാണാനില്ല. ഏത് ഏരിയയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഏരിയ എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ അപ്പോൾ അന്ന് ഇതാകുമ്പോൾ ആരും ക്ലെയിം ഇടില്ല, ഇന്നത്തെ പോലെയല്ല. ടാബു വിഭാഗമാണ്, ആരും വർക്ക് ചെയ്തിട്ടില്ല, ആരും ക്ലെയിം ഇടില്ല. അപ്പം നമുക്കൊരു സാവകാശമുണ്ട് പതുക്കെ എന്തെങ്കിലും ചെയ്ത് നോക്കാനായിട്ട്. പക്ഷേ ഇവിടെ ഒരു ബ്രോതൽ സെറ്റപ്പോ അല്ലെങ്കിൽ ഇവരെ കളക്റ്റീവായിട്ട് ഒരുമിച്ച് കിട്ടാവുന്നൊരു സംവിധാനം ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ബംഗ്ലാദേശ് കോളനിയുടെ പ്രതി അവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതല്ല, പക്ഷെ ടൗണിൽ പോകുന്ന സ്ത്രീകളെ പറയുക അവിടെ ലോക്കലായിട്ട്. അപ്പോൾ അവിടെ വരുന്ന സ്ത്രീകളിൽ ഒരു 10-12 പേര്, 12-20 പേര് ആ ബംഗ്ലാദേശ് കോളനിയിൽ താമസിക്കും. അപ്പം നൈറ്റിൽ അവർ ടൗണിൽ വരും, പകൽ അവിടെ പോയി ഒരു സെറ്റിൽമെൻറ്റ്
കോളനിയാണ്. അപ്പോൾ അതിൽ പട്ടയമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അതിൻ്റെ തന്നെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈ ടൗണിലെ അടിപിടി, പിക്ക് പോക്കറ്റിങ്, അങ്ങനെയുള്ള പിന്നെ ഈ കൈനോട്ടം അങ്ങനെ തുടങ്ങി ഉള്ള ആളുകളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ളൊരു കോളനിയാണ്. അപ്പോൾ അത് അവിടെ പിന്നെ ഇവർക്ക് അങ്ങനെ പ്രശ്നമില്ല. ഇപ്പോൾ ഇവർ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്നോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിഷയമില്ല. അപ്പോൾ അവർക്ക് താമസിക്കാനെന്താണ്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ബംഗ്ലാദേശ് കോളനിയിലേക്ക് നമ്മൾ ഒരു ശ്രമം നടത്തി. അത് പിന്നെ കോഴിക്കോടാവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഒരു വർഷം ഈ MSW കഴിഞ്ഞ് ഒരു വർഷം അവിടെ ഡൽഹിയിൽ വർക്ക് ചെയ്ത് തിരിച്ചു വരുന്ന സമയം കൊണ്ട് ഈ ടിറ്റോ ആളുടെ അസൈൻമെൻറ്റ് കോൺട്രാക്റ്റ് തീർന്ന് കണ്ണൂക്കാരനാണ്, പക്ഷേ കോഴിക്കോട് വന്ന് സെറ്റിൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യാം എന്നുള്ളൊരു ധാരണയിലൊക്കെയാണ്. അപ്പോൾ ഞങ്ങളൊരു ഓർഗനൈസേഷൻ CSD എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അങ്ങനെ ഞാനാണ് പ്രധാനമായിട്ടും. കാരണം ഇവർ ഈ ജോയിൻറ്റ് ഹ്യൂമൻസ് പ്രോഗ്രാം നമുക്കൊരു അലവൻസ് ഒരു 5000 രൂപ മന്ത്ലി, ഒരു 2000 രൂപ അതിൻ്റെ എക്സ്പെൻസായിട്ട്, ഒരു 7000 രൂപ മന്ത്ലി നമുക്ക് അലവൻസായിട്ട് തരാം എന്നുള്ളത് നമ്മൾ ചെറിയൊരു പ്രപ്പോസലൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ നമ്മളിവിടെ വന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെ ഇറങ്ങും, കോളനിയിലൊന്ന് റൗണ്ട് ചെയ്യും, ഇവരോടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കും. ഇവരാരും നമ്മളെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ പോയി എന്ത് ചെയ്യണം എന്നറിയില്ല. ആ സമയത്താണ് ഒരു ദിവസം അവിടെ ഒരു സ്ത്രീയെ നമ്മൾ കൂട്ടിമുട്ടുന്നത്. അവർ ലതിക എന്നാണ് പേര്. ലതിക അവർക്ക് അവിടെ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ആ കോണ്ടാക്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ, അവർ അജിതയുടെ അന്വേഷിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞീബി കൊലക്കേസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചവിട്ടിക്കൊല്ലുകയും. അപ്പോൾ അന്ന് അജിത അവരൊക്കെ ആ വിഷയം ടേക്കപ്പ് ചെയ്യുകയും ഇവർ ഓർഗനൈസ് ചെയ്യുകയും അതിനെതിരെ സമരം നടത്തുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ആ സമരം അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ സ്ത്രീകൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ പകുതി വെച്ച് വിട്ടുപോയി എന്നുള്ളതാണ് പറയണത്. പിന്നെ എനിക്ക് തോന്നണ എന്താ, ഇത് ചില ഈ മൊറാലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക്. കാരണം ഇപ്പം ഞാനത് അങ്ങനെ മനസ്സിലാക്കുന്ന പോലെയല്ല ഇവർ അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ ഉടനെ പറയും കേസ് കൊടുക്കണമെന്ന് പറയും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ബലാത്സംഗം ചെയ്യപ്പെടുന്ന ആളുകളാണ്. ഇവരെവിടെ പോയി കേസ് കൊടുക്കാനാണ്? കേസ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ഭയങ്കര, അത് അവരുടെ ജീവിതത്തിൽ ചെന്നാൽ തന്നെയാണ് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ ആ കോൺട്രഡിക്ഷൻ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഇത്തിരി പണിയുണ്ട്. അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം. എന്തായാലും അത് ഇടയ്ക്ക് വെച്ച് പോയി. പക്ഷേ ഈ ലതിക അവരായിട്ടുള്ള കോണ്ടാക്റ്റ് വീണ്ടും തുടരുകയും ഇടയ്ക്ക് അവരെ വിസിറ്റ് ചെയ്യുകയും ആളുകളായിട്ട് സംസാരിക്കുകയും അത് സപ്പോർട്ട് ചെയ്യുകയും ഈവൻ പൈസയായിട്ടും കുറച്ചൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവർക്ക് നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇവരെ അവിടെ വെച്ച് കണ്ടുമുട്ടി ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് അവർ എന്നെ പരിചയപ്പെടുന്നത്. കുഞ്ഞാവുക്ക എന്ന് പറഞ്ഞിട്ടൊരാൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഈ കുഞ്ഞാവുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസമുള്ളൊരു ക്യാരക്ടറാണ്. ആളാണ് അവിടെയുള്ള എല്ലാവർക്കും പട്ടയം റെഡിയാക്കി കൊടുത്തിട്ടുള്ളത്. ആൾ ഈ ഒരു വക്കീലിൻ്റെ ഗുമസ്തനോ മറ്റായിരുന്നു. CPMൻ്റെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. മെമ്പറാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ എന്നാലും ആൾ വഴിയാണ് എല്ലാ കാര്യങ്ങളും അവിടെ ഓപ്പറേറ്റ് ചെയ്യുക പാർട്ടി. അവിടെ അട്ടിമറി യൂണിയൻ ഉണ്ട്. അവരുടെ ഷെഡ് അടക്കം കുഞ്ഞാവുക്കയുടെ പേരിലാണ്. കുഞ്ഞാവുക്കയാണ് പട്ടയം എടുത്തു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുഞ്ഞാവുക്കയാണ് ഈ സ്ത്രീകൾക്കും എല്ലാവർക്കും അവിടെ പട്ടയം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ കുഞ്ഞാവുക്കാനെ പരിചയപ്പെടുത്തി. കുഞ്ഞാവുക്ക ഞാനും പിന്നെ വലിയ ദോസ്തായി. അങ്ങനെ നല്ല കമ്പനിയായി. അങ്ങനെ കുഞ്ഞാവുക്കയും കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഒരു അടുപ്പം തോന്നി തുടങ്ങി. അങ്ങനെ പതുക്കെ ഞങ്ങൾ ചില മീറ്റിങ്ങുകൾ കൂടി. അപ്പോൾ ആദ്യമൊക്കെ മീറ്റിംഗ് കൂടുമ്പോൾ എല്ലാവരും ഉണ്ടാവും. സെക്സ് വർക്കേഴ്സ് മാത്രമല്ല, കോളനിയിലുള്ള എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഈ ജയിലിൽ പോയിട്ടുള്ളവരുണ്ട്, മക്കൾ ജയിലിലായിട്ടുള്ളവരുണ്ട്, പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. വളരെ ഗ്രാജുവലിയാണ് ഞാൻ പറയണത്. ഞാനിത് മറ്റു വിഷയങ്ങളായി ബന്ധപ്പെട്ടല്ല, ഇങ്ങനെ ടൗണിൽ പോകുന്ന സ്ത്രീകളുടെ വിഷയമായി ബന്ധപ്പെട്ടാണ് നമ്മളത് നടത്തണം. അതിൽ ടൗണിൽ പോകുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല, ആ വിഷയത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് വരാം. ബാക്കി വിഷയങ്ങൾ ഇപ്പോൾ നമുക്ക് ടോയ്ലറ്റ് ഇല്ല അല്ലെങ്കിൽ പൈപ്പ് കണക്ഷൻ ഇല്ല അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ട് അത് ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ അത് ടേക്കപ്പ് ചെയ്യാനുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കാമെന്നല്ലാതെ. അപ്പോൾ ഈ ടൗണിൽ പോകുന്ന സ്ത്രീകൾ അവരായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ആ വിഷയത്തിൽ
ഉള്ള ആളുകളാണ് മീറ്റിങ്ങിൽ വരേണ്ടതെന്നുള്ളത് വളരെ ഗ്രാജുവലി നമ്മൾ അങ്ങനെ ഒരു ഫിൽട്രേഷനൊക്കെ നടത്തിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 10-20 പേരുണ്ട്. അന്ന് ചന്ദ്രിക, സരോജിനി, സൗമിനി, സാബിറ, സുഹറ, മാധവി ആണ് തുടങ്ങി മരിച്ചുപോയി. കുറേ പേര് മരിച്ചുപോയി. സരോജിനിയൊക്കെ മരിച്ചുപോയി, സാബിറ മരിച്ചുപോയി. ചിലർ സരോജിനി ക്യാൻസറായിട്ടാണ് മരിച്ചു. മറ്റേ സാബിറ അങ്ങനെ ഇതായിട്ട് കുറേ പേര് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അതായത് അപ്പോൾ ഞങ്ങളൊരു നോട്ടീസ് അടിച്ചായിരുന്നു ഇങ്ങനെ വിഷയങ്ങൾ. ഇപ്പോൾ ദേശീയാവൃത്തിയിലെ സ്ത്രീകളിൽ നിന്നോ അതോ ലൈംഗിക തൊഴിലാളികളിൽ നിന്നോ അടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അതോ അടിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഈ നോട്ടീസ് അടിച്ച് നമ്മൾ അപ്പോൾ PJ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടൊരു പഴയ നെക്സ്ലൈറ്റും ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ടുള്ള അയാൾ വളരെ സജീവമായിട്ട്, അപ്പോൾ അയാളുടെ സർക്കിളിലുള്ള കുറേ NGO ഈ ഓർഗനൈസേഷനും ആക്ടിവിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് ഒരു അസോസിയേഷനൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ മീറ്റിങ്ങിൽ ഈ പറഞ്ഞ പോലെ കുറേ പേര് വന്നിരുന്നു. കോഴിക്കോട് നിന്നല്ല, പല ഭാഗത്തു നിന്നുള്ള കോഴിക്കോട് നിന്നുള്ളവരുണ്ടായിരുന്നു. അന്ന് സീന ഭാസ്കർ, പിന്നെ നമ്മുടെ കാഞ്ചന കൊറ്റിങ്ങൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നും എൻ്റെ മൊയ്തീൻ സിനിമയുണ്ടല്ലോ, അതിലത്തെ കാഞ്ചനയാണ് അവർ. ശരിക്കും ഇവരെയൊക്കെ ഈ ഒരു വിഷയം ഓൾറെഡി കേരളത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റിയിട്ട് ആരും സംസാരിച്ചിട്ടില്ല, ടേക്കപ്പ് ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണ് കേരളത്തിൽ. അപ്പം ഇത്തരത്തിലുള്ള ആളുകളെ മനസ്സിലാക്കിയെടുക്കുക, പിന്നെ ഇവരിൽ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ലൈംഗിക തൊഴിലാളികളിൽ തന്നെ ആ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നല്ലോ. നമ്മളെ വിശ്വാസം ഉണ്ടാക്കിയെടുത്തത് ഗ്രാജുവൽ ഒരു പ്രോസസ്സായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അവർക്ക് ആദ്യം നഷ്ടമായിട്ടുള്ളത് വിശ്വാസമായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും ആദ്യം നഷ്ടമായത് വിശ്വാസമായിരിക്കും. അപ്പം അവരെ തന്നെ ഓക്കെ ഞങ്ങൾ ഇതൊക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ അവകാശങ്ങൾ ഈ ഇപ്പം സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരാണെങ്കിൽ ഓക്കെ വേശ്യാവൃത്തി സോക്കോൾഡ് വേശ്യാവൃത്തി ചെയ്യുന്നവരാണെങ്കിൽ അവരെ എന്തും ചെയ്യാം എന്നുള്ളത് അവർ തന്നെ അവരുടെ ഒരു വിധിയായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ആ ഒരു തിരുത്തൽ കൊണ്ടുവരണമായിരുന്നല്ലോ മനോഭാവത്തിൽ. അവരെക്കുറിച്ച് തന്നെയുള്ള ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അത് 2 തരത്തിലാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ചോദിക്കുകയാണ്, ആര് ചെന്ന് കഴിഞ്ഞാലും ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞ ഉടനെ ഒരു അയ്യോ സാറേ ഞങ്ങളിതിൽ പെട്ടുപോയി എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പറയുള്ളൂ അവർ. അത് അവർക്കറിയാം, അത് അങ്ങനെ നമുക്ക് രക്ഷിക്കാനൊന്നും പറ്റില്ലെന്ന് അവർക്കറിയാം. പക്ഷെ അത് കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കണമെന്നുള്ളത് അവർക്കറിയാം. അങ്ങനെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ മനസ്സിലാക്കിയിട്ട് മുൻകൂട്ടി പറയണ ഒരു കാര്യമാണ് അത്. അതേസമയം തന്നെ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഇവരുടെ ഉള്ളിൽ ഈ സംഭവം ഉണ്ട്, ഞങ്ങൾ മോശം പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അപ്പോൾ ഇത് ഞങ്ങൾ അർഹതപ്പെട്ടതാണ്. എന്നാലും ഇവർക്കൊരു കോൺട്രഡിക്ഷൻ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മാത്രമായിട്ട് ഇത് ഇപ്പം ഞങ്ങളെ മാത്രം തല്ലണോ, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ അടുത്ത് മാത്രം, അല്ലെങ്കിൽ നമ്മൾ മാത്രം മോശക്കാരാവണോ, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ മാത്രം മോശക്കാരാവണോ, ആ ഒരു യൂണിറ്റി ഇവരുടെ ഇടയ്ക്ക് ഉണ്ട്. സംഭവം തല്ലും വഴക്കും അടിയും വെള്ളമൊക്കെ ഇവർ തമ്മിലുണ്ടെങ്കിലും ശരി, വേറെ ലെവലിൽ ഇവരൊരു യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു കോൺട്രഡിക്ഷൻ, അതായത് ഇവരിലെ ഈ ഒരു അധമബോധം ഉണ്ട്, ഞങ്ങൾ മോശം കാര്യമാണ് ചെയ്യണത്, അതുകൊണ്ട് ഞങ്ങൾ മോശപ്പെട്ട ആളാണ്, ഇത് അർഹിക്കുന്നവരാണ്. അപ്പോഴും ഒരു ഇത്രയ്ക്ക് ഞങ്ങൾ മാത്രം മോശക്കാരാണോ, നമ്മുടെ കൂടെയുള്ളവർ ബാക്കിയുള്ളവർ എങ്ങനെയാണ് അവർ ഇതെല്ലാവണം, ഈ ഒരു കോൺട്രഡിക്ഷനാണ് നമ്മൾ അവരിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം ആക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ മാത്രം പോലീസ് പോലീസ് നിങ്ങളെ പിടിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങളെ എപ്പോഴും പോലീസ് പിടിക്കണം. അപ്പോൾ ഈ കോൺട്രഡിക്ഷനാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിച്ചത് ഇവരിൽ. അത് ഒരു പരിധി വരെ വിജയിച്ചു എന്ന് പറയാം. പക്ഷേ അതിനേക്കാളൊക്കെ ഇവർ മീറ്റിങ്ങിനൊക്കെ വരാൻ തുടങ്ങിയതിൻ്റെ ഒരു കാരണം, ഞാൻ ഈ ഒരു പാവം ചങ്ങാതി കുറേ നാളായി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നു, മനസ്സിലായിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇയാൾ എന്തിനാണോ ഇവിടെ കിടന്ന് നടക്കണം, ഇനിയിപ്പോൾ നമ്മൾ മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തെങ്കിലും ഗുണം വേണമെങ്കിൽ ആയിക്കോട്ടെ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മീറ്റിങ്ങിന് വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കും അറിയുന്നില്ല ഇവരുടെ വിഷയം എത്രത്തോളം ഗൗരവമുള്ളതാണ്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും, അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു കോൺഫിഡൻസോ ഒന്നുമില്ല. വളരെ തുടക്കം മാത്രമല്ല, നമ്മൾ വേറെ ലോകത്ത് വന്നുപെട്ട പോലെയാണല്ലോ. ഇവരോട് സംസാരിക്കാൻ പോലും നമുക്കറിയില്ല, എങ്ങനെ സംസാരിക്കണം പോലും അറിയില്ല. രക്ഷിക്കാൻ വരുന്ന ഒരു കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ രക്ഷിക്കാം, അവർക്ക് പിന്നെ ഇവരെന്ത് പറയണോ, എന്ത് ആലോചിക്കണോ, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നും, കാരണം എല്ലാം തീരുമാനിച്ചിട്ടാണല്ലോ അവർ വരുന്നത്. ഇപ്പം നമ്മളിങ്ങനെ അയ്യത്തടാന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത്, പക്ഷെ അതാണ് ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യം.
അങ്ങനെയാണ്. അതായത് എനിക്കിനിപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും വല്ല ജോലിക്കാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമായിരിക്കും നമ്മൾ മീറ്റിങ്ങിന് പോയാൽ. അല്ലാതെ ഇപ്പോൾ അവർക്കറിയാം അവരുടെ വിഷയങ്ങൾ. ഞാനൊരാൾ ചെന്ന് പറഞ്ഞ് ഇപ്പം നമുക്ക് എന്താണ് ഇവരോട് പറയാനുള്ളത്? സംഘടിക്കണം എന്നല്ലാതെ നമുക്ക് എന്തായി പറയാം? അവർക്കറിയാം അങ്ങനെ സംഘടിച്ച് പോലീസിനെതിരെ എന്തെങ്കിലും പറഞ്ഞാലൊന്നും കാര്യങ്ങളൊന്നും നടക്കുകയൊന്നുമില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഒരു യൂണിയൻ ഉണ്ടാവണം. ഇതിൽ ഒരു വ്യത്യാസം വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ മീറ്റിംഗ് വിളിച്ചിട്ട് അതിൽ മുഴുവൻ ആക്ടിവിസ്റ്റുകളാണ് വരുന്നത്. ഈ മീറ്റിങ്ങിൽ സീന ഭാസ്കർ തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ ആൾ. അപ്പോൾ അന്ന് ഡോക്ടർ വിജയ് ഠാക്കൂർ എന്ന് പറഞ്ഞിട്ടൊരാൾ പൂനെയിൽ നിന്ന് വന്നു. അദ്ദേഹം വന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IS ഗിലാഡ എന്ന് പറഞ്ഞിട്ട് ബോംബെ റെഡ് സ്ട്രീറ്റിൽ എയ്ഡ്സിനെതിരെ വർക്ക് ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനമുണ്ട്. ഡോക്ടർ IS ഗിലാഡ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ എയ്ഡ്സിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഈ ഡോക്ടർ വിജയ് ഠാക്കൂർ. വിജയ് ഠാക്കൂർ അന്ന് ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, എയ്ഡ്സ് സെൽ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്, വർക്കൊക്കെ തുടങ്ങുന്നതന്നെയുള്ളൂ. അപ്പം ഞാൻ അവർക്ക് ഈ ഒരു നോട്ടീസ് അയച്ചിരുന്നു. വിജയ് ഠാക്കൂർ അവിടെ തിരുവനന്തപുരത്ത് വന്ന് ഈ എയ്ഡ്സ് സെല്ലിൽ ചെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഡോക്ടർ മാധവൻ നായർ എന്ന് പറഞ്ഞ ആളായിരുന്നു എൻ്റെ ഡയറക്ടർ. അദ്ദേഹം ഒരു നോട്ടീസ് കൊടുത്തു, ഇങ്ങനെ ഒരു നോട്ടീസ് ഇവിടെ ഉണ്ട്, നിങ്ങൾ അല്ലാതെ വേറെ ഒന്നും പോയി സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ, വിമൻ ആൻഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ് അന്ന് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞത്. അവരുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന ആരുമില്ല, ഇയാൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിജയ് ഠാക്കൂർ നേരെ കോഴിക്കോട്ടേക്ക് വരും. ഈ മീറ്റിങ്ങിലേക്ക് വരും. മീറ്റിങ്ങിൽ വരുമ്പോൾ ആളുടെ കൂടെ ഒരു സെക്സ് വർക്കറും കൂട്ടിയിട്ടാണ് വരുന്നത്, തിരുവനന്തപുരത്ത് നിന്ന്. അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു, അത് ജിജി എന്നോ മറ്റേ പേര്. എന്നിട്ട് എനിക്ക് ഡ്യൂട്ടി തരികയാണ്, തിരിച്ച് അവരെ അവിടെ കൊണ്ടാക്കുക. അപ്പോൾ അവരെ പോയിക്കോളും, പക്ഷേ എന്തിനാണെന്നറിയില്ല തിരിച്ച്. അപ്പോൾ ഞാനും അവരെ കൂട്ടി തിരുവനന്തപുരത്ത് പോയി അവരെ അവിടെ ഒരു ഹോസ്റ്റലിൽ എവിടെയാക്കി ഞാൻ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പം വിജയ് ഠാക്കൂർ അന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ മീറ്റിംഗ് നടത്തിയിട്ട് കാര്യമില്ല, സ്ത്രീകൾ, സെക്സ് വർക്കേഴ്സ് അല്ലെങ്കിൽ വിമൻ അവർ വേണം മീറ്റിംഗ്, അവരുടെ മീറ്റിംഗ് നമുക്ക് വേണ്ടു, വേറൊരാളുടെ മീറ്റിംഗ് നടത്തിയിട്ട് ഒരു കാര്യമില്ല. അതാണ് വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായത്. അത് ഭയങ്കര ഒരു പോയിന്റ് തന്നെയായിരുന്നു. അത് ത്രൂ ഔട്ട് നമുക്കതൊരു ഗൈഡൻസ് എന്നുള്ള നിലയ്ക്ക് സംഘടന വിജയിക്കാൻ കാരണം ആ തരത്തിൽ ആ വിഷയം അങ്ങനെ മുന്നോട്ട് വരാനുള്ള പ്രധാന കാരണം ഇവരുടെ സംഘടനയായിരുന്നതാണ്. അതിൻ്റെ സംഭവങ്ങൾ ഞാൻ പറയാം, അതെന്താണ് അത്രയും പ്രധാനമുള്ളത്. അങ്ങനെ വിജയ് ഠാക്കൂർ അവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് വന്നത് ഈ നാഷണൽ വിമൻസ് കമ്മീഷൻ രൂപീകരിച്ച സമയമായിരുന്നു. അപ്പോൾ ഡോക്ടർ മോഹിനിഗിരി ആയിരുന്നു അന്ന് അതിൻ്റെ ചെയർപേഴ്സൺ. ഫസ്റ്റ് ചെയർപേഴ്സണാണ് ഡോക്ടർ മോഹിനിഗിരി. അപ്പോൾ ഈ ശ്യാമള നടരാജ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ ഒരു ജേർണലിസ്റ്റ്, അവർ ഈ ഇതൊക്കെ ചെയ്ത് പിന്നെ ഈ എയ്ഡ്സ് പ്രിവെൻഷൻ പരിപാടിയായിട്ട് വളരെ ആക്റ്റീവായിട്ട്, പ്രത്യേകിച്ച് ഈ സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയ്ക്കുള്ള പ്രോഗ്രാമുകൾ അവർ ടേക്ക്. അങ്ങനെ വിജയ് ഠാക്കൂറും ശ്യാമള നടരാജും ഒരു അസോസിയേഷൻ ഉണ്ടാവുകയും അവർ ഒരു പദ്ധതി ഈ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ അവരുടെ അടുത്ത് വയ്ക്കുകയും അങ്ങനെ ഒരു 15-20 ദിവസത്തെ ഒരു പ്രോഗ്രാം കൺസൾട്ടേഷൻ ഈ സെക്സ് വർക്കേഴ്സിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട്, അത് എയ്ഡ്സ് പ്രിവെൻഷൻ അല്ലെങ്കിൽ STD HIV മാത്രമല്ല, കോണ്ടം മാത്രമല്ല, ഇവരുടെ എല്ലാ വിഷയങ്ങളായി നമ്മൾ വെച്ചിരുന്ന അതേ തീം തന്നെയായിരുന്നു ഇവരുടെ. അപ്പോൾ ഇവർ ഇപ്പോൾ IS ഗിലാഡയുടെ അടുത്ത് നിന്നൊക്കെ ഇയാൾ പിരിഞ്ഞു പോരുന്നത്, ഇയാൾ ഈ കോണ്ടം STD മാത്രം ചെയ്യണു എന്നുള്ളൊരു വിഷയം, ബാക്കി വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റില്ല മറ്റാണ് ഈ വിജയ് ഠാക്കൂർ അവിടെ നിന്ന് പിരിഞ്ഞു പോരുന്നത്. പിന്നെ ഇയാൾ പൂനെ ബേസ്ഡ് ആയിട്ടാണ്, പിന്നെ ഇയാൾ വലിയ വർക്കാണ്. അപ്പോൾ എനിക്കറിയില്ല ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ശ്യാമള നടരാജും വിജയ് ഠാക്കൂറും സംസാരിച്ചിട്ട് ആൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട്, 10-20 ദിവസത്തെ കൺസൾട്ടേഷനാണ്, ഡൽഹിയിലാണ്, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ഡോക്ടർ മോഹിനിഗിരിയുടെ അധ്യക്ഷതയിലാണ്. അപ്പോൾ നിങ്ങൾ പങ്കെടുക്കണം. പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ നീ വെറുതെ വന്നിട്ട് കാര്യമില്ല, സ്ത്രീകൾ വരണം, സെക്സ് വർക്കേഴ്സ് വരണം, അവരാണ് വരണം. ബാക്കി എല്ലാ സ്ഥലത്തു നിന്നുള്ള സെക്സ് വർക്കേഴ്സ് വരുന്നുണ്ട്, കേരളത്തിൽ നിന്ന് ആരുമില്ല, നിങ്ങൾ വരികയാണെങ്കിൽ സ്ത്രീകളെ കൂട്ടി പോകാം. അപ്പോൾ ഞാനിത് അവതരിപ്പിച്ചപ്പോൾ ഇവർക്ക് ആർക്കും ഒരു ബോധ്യം വരുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ ഡൽഹിയിലേക്ക് പോവുക, ബോംബെക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആ കൂടി മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ കൊണ്ടുപോവുക, അവിടെ വിൽക്കുക, നമ്മൾ തിരിച്ചു പോരുക. ഇതാണ് സംഭവം. ഒരു
1 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനെ മറികടക്കാവുന്ന വിശ്വാസമൊന്നും എന്നിലില്ല. അങ്ങനെ അപ്പോൾ കുഞ്ഞാവൊക്കെ ഉണ്ട്, കുഞ്ഞാവൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്നും കൂടെ ഒരു ഉറപ്പായി. അങ്ങനെ 3 പേര്, സരോജിനി, സൗമിനി, ചന്ദ്രിക, 3 പേര് ഡൽഹിയിലേക്ക് വരാൻ രണ്ടും കൽപ്പിച്ച് തയ്യാറായി. തിരിച്ചു വരുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പം ഞാനതറിയുന്നില്ല, ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ അറിയില്ല. നമ്മൾ ഡൽഹിക്ക് പോകണം, മീറ്റിങ്ങിന് വരുന്നു. അപ്പോൾ ഞാൻ കുറേ നാൾ ഡൽഹിയിലായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ച് കൂട്ടുകാരുടെ അടുത്ത് പോകണ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ചെന്ന് ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വെച്ച് നമുക്ക് കൂട്ടുകാരെയൊക്കെ കണ്ട് ഇവരുടെ താമസ സ്ഥലത്താക്കിയിട്ട് ഞാൻ കുഞ്ഞാവക്കോട് പറഞ്ഞു, നമുക്ക് വേറെ കൂട്ടുകാരെ കാണാൻ പോവാം, ഇവരിവിടെ ഇരിക്കട്ടെ, ഒന്ന് ഫ്രഷ് ആയിട്ട്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇവരെയും കൂട്ടി കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയി തിരിച്ചു വരുന്നതിൻ്റെ ഉള്ളിൽ ഇവിടെ ഭയങ്കര വിപ്ലവമാണ്. കാരണം ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ത്രീകളുണ്ട്, പല നാട്ടിൽ നിന്ന് വന്നവരുണ്ട്, മറ്റേ മഹാരാഷ്ട്രയിൽ നിന്നുണ്ട്, മറ്റേ ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്. അവരുടെ കൂടിയൊക്കെ എന്നെ പോലെയുള്ള ഈ സോഷ്യൽ വർക്കേഴ്സാണ്. പക്ഷേ ഇവർ നോക്കുമ്പോൾ ഭയങ്കര ഗുണ്ടകളായിട്ടുള്ള ആളുകൾ. നമ്മളിവരെ അവരുടെ കൂട്ടത്തിൽ ഏൽപ്പിച്ചു, കാശും മേടിച്ചു, നമ്മൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് പോയി എന്നുള്ളതാണ് ഇവരുടെ കണക്കുകൂട്ടൽ. ഭയങ്കര ബഹളം. 3 പേരും കൂടി അവിടെ മറിക്കുക. അപ്പോഴേക്കും ഭാഗ്യത്തിന് ഈ ശ്യാമള നടരാജും വിജയ് ഠാക്കൂറും വന്ന് അവർ പിന്നെ ഇവരെ കൈകാര്യം ചെയ്യാൻ അറിയാം. അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോഴേക്കും വലിയൊരു ബഹളമൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഞങ്ങളെ കണ്ടതോടുകൂടി ഇവർക്കൊരു ആശ്വാസമൊക്കെ ആയി. അങ്ങനെ ഈ പിറ്റേ ദിവസം മീറ്റിങ്ങിൽ ചന്ദ്രിക പ്രസൻറ്റ് ചെയ്യണം. ചന്ദ്രിക പ്രസൻറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേര് ചന്ദ്രിക, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്, ഞാനൊരു സെക്സ് വർക്കറാണ്, ഇത്ര നാളായി ഞാൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സുഗതകുമാരിയായിരുന്നു. സുഗതകുമാരി അവിടെ മീറ്റിങ്ങിലുണ്ട് ഓൾറെഡി. അവരിതിൻ്റെ തലേ ദിവസം അവർ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല, അവിടെ സെക്സ് വർക്കർ ബ്രോതലില്ല, സെക്സ് വർക്കറില്ല, എയ്ഡ്സിൻ്റെ പ്രശ്നമില്ല, കോണ്ടത്തിൻ്റെ ആവശ്യമില്ല, ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് പിറ്റേ ദിവസം ഇരിക്കുകയാണ്. തലേ ദിവസം ഇത് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നപ്പോഴാണ് ഞാൻ കോഴിക്കോട് നിന്നാണ്, കേരളത്തിൽ നിന്ന് വിളിക്കാൻ, എൻ്റെ കൂടെ വേറെ 2 പേരുണ്ട്, ഞങ്ങളിവിടെ എത്ര ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ചന്ദ്രിക അത് പറഞ്ഞ് ഇറങ്ങുകയും, അവരുടെ പേരെന്താ, ഹേമ എന്നോ മറ്റാണ്, ഈ സുഗതകുമാരിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. അവരെ വന്ന് ചന്ദ്രികേനെയും സരോജിനെയും സൗമിനെയും വിളിച്ചു, നിങ്ങൾക്ക് ഞാനൊരു ജോലി തന്നാൽ നിങ്ങൾ മാറാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, യെസ് മാഡം, ഞങ്ങൾ ഇതിന്ന് മാറാൻ തയ്യാറാണ്, ഞങ്ങൾക്കൊരു ജോലിയുടെ ഞങ്ങൾ നിവൃത്തിയില്ലാണ്ട് ചെയ്യുന്ന പണിയാണ്, അതാണ്, ഞങ്ങളുടെ കുട്ടികൾ വലുതാവണം, അതാ തിരുവനന്തപുരത്ത് എത്തേണ്ട താമസം നിങ്ങൾക്ക് 3 പേർക്ക് ഞാൻ ജോലി റെഡിയാക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇടപെടാൻ നോക്കിയപ്പോൾ അവർ ഇല്ലില്ല, എനിക്ക് ഇവരോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. കഥയാണെന്ന് തോന്നുന്നു മൈത്രൻ സാറ് സൂചിപ്പിച്ച 50 രൂപയ്ക്ക് ജോലി എടുത്ത്. അല്ലല്ല, അത് വേറെ, അത് തിരുവനന്തപുരത്ത് പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതല്ല, ഇത് ഇവര് പറഞ്ഞ നേരം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയതാണ്. എന്തായാലും വിളിച്ചു പറഞ്ഞു മൈക്കിൽ കൂടെ ഇവര്. അപ്പോൾ ഇവര് ശരി അഗ്രിമെൻ്റ് ആയി, ഞാൻ നാട്ടിൽ ചെന്ന വഴിക്ക് ജോലി തരുന്നൊക്കെ അഗ്രിമെൻ്റ് ആയി. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വഴിയില്ലാവില്ല, നമുക്ക് പണിയില്ലാണ്ടാവില്ല, നമ്മൾ തുടങ്ങിയ പണിയില്ലല്ലോ. എന്താ പോൾസ് എത്ര ആൾക്കാർ വന്നിരിക്കണം ഇങ്ങനെ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു, ഒരു ജോലി കക്ഷത്ത് വെച്ച് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ഈ മോഹിനിഗിരിയായിട്ട് നല്ല അടുപ്പായി, അങ്ങനെ ആളുകളായിട്ട് ഇവർക്ക് ആ ഒരു സ്പിരിറ്റ് ഉണ്ടാവുന്നത് അവിടെ നിന്നാണ്. അതായത് ഈ ഓർഗനൈസ് ചെയ്യുക, അതിൽ ഈ പ്രശ്നങ്ങൾ വരിക, ആ പ്രശ്നങ്ങൾ കേൾക്കാൻ ആളുകൾ ഉണ്ടാവുക, അതിനൊരു മറുപടി ഉണ്ടാവുക, ഇതൊക്കെ അവർ അവിടെ നിന്ന് അനുഭവിച്ചതാണ്. ആ ഒരു സ്പിരിറ്റാണ് ശരിക്കും പറഞ്ഞാൽ പിന്നീട് ആ ഓർഗനൈസേഷൻ ഒന്നും കൂടി ഇതായിട്ട് വരാനുള്ള ഒരു കാരണം.